ബിഗ് ബോസ് മലയാളം സീസൺ 7 ടിക്കറ്റ് ഫിനാലെ സ്കോർ ബോർഡിന്റെ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. 2 ടാസ്ക് അവസാനിക്കുമ്പോൾ ലാലേട്ടൻ എപ്പിസോഡിലെ ആ ഒരു ടാസ്ക് അതും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിൽ നെവിന്റെ ഒരു പോയിന്റ് ആഡ് ചെയ്തിട്ടാണ് കേട്ടോ പറയുന്നത്. 2 ടാസ്കുകൾ അവസാനിച്ചത് വെച്ചിട്ട് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് 16 പോയിന്റുകൾ നേടി ടോപ്പിൽ നിൽക്കുന്നത് നൂറയാണ്. ഇന്നലത്തെ ടാസ്കിൽ 7 പോയിന്റും പിന്നെ ഇന്നത്തെ 9 പോയിന്റും കൂടെ ചേർത്ത് നൂറയാണ് ടോപ്പിൽ നിൽക്കുന്നത്. സാബുമാന് 13 പോയിന്റുകളാണ് ലഭിച്ചിരിക്കുന്നത്. അനുമോള് 12 പോയിന്റുകള്, അതേപോലെ നെവിന് 11 പോയിന്റുകൾ. നെവിനൊക്കെ ഇന്നത്തെ ഈ ഒരൊറ്റ പെർഫോമൻസ് കൊണ്ടാണ് കയറി വന്നത് കേട്ടോ. ഇന്നലെയൊക്കെ ഔട്ടായതാണ് ആദ്യമേ. പിന്നെ മിനിഞ്ഞാന്നത്തെ ആ ഒരു ലാലേട്ടന്റെ ടാസ്കിൽ 1 പോയിന്റ് കൂടെ ചേർത്തിട്ട് 11 പോയിന്റുകളാണ് നെവിന്. പിന്നെ ആര്യന്റെ കാര്യം എടുത്ത ആര്യൻ ഇന്നലെ നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ട് കള്ളത്തിനൊക്കെ കാണിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. അത്ര എഫേർട്ട് എടുത്താണ്, രാത്രി ഉറക്കമൊളച്ചൊക്കെ നിന്നതാണ്. അത്രയും നിന്നിട്ട് ഇന്ന് ആര്യന് നല്ലപോലെ പെർഫോം ചെയ്യാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് 11 പോയിന്റുകൾ. നെവിനും ആര്യനും ഒരേ നിലയിലാണ് നിൽക്കുന്നത്. ഇന്നലെ ആദ്യമേ ഔട്ടായ നെവിൻ ഇന്ന് കളിച്ച് കയറി. ആര്യൻ ഇന്നലെ അത്രയും ഉറക്കമൊളച്ച് പെർഫോം ചെയ്തിട്ട് ഇന്ന് താഴെ പോയി. അപ്പൊ ടിക്കറ്റ് ഫിനാലെ ഈ രീതിയിലാണ് നടക്കുന്നത്. അതാണ് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഷാനവാസിന് 8 പോയിന്റുകളാണ്, അക്ബറിന് 8 പോയിന്റുകൾ, ആദില 8 പോയിന്റുകളാണ്, പിന്നെ അനീഷിന് 4 പോയിന്റുകൾ. അനീഷ് ബഹുദൂരം പിന്നിലാണ്. ആദില 8 പോയിന്റിലാണ് നിൽക്കുന്നത്, അക്ബർ 8 പോയിന്റ്. അപ്പൊ 4 പോയിന്റോളം ബാക്കിലാണ് അനീഷ് നിൽക്കുന്നത് കേട്ടോ. ശരിക്കും നമ്മള് ഈ ഒരു ടിക്കറ്റ് ഫിനാലയിൽ നോക്കി വെക്കേണ്ടതെന്ന് പറയുന്നത് അനുമോളെ, നെവിൻ, ആര്യൻ, ഇവരെ 3 പേരെയുമാണ് നമ്മൾ നോക്കി വെക്കേണ്ടത്. 12, 11, 11 സ്കോറിൽ നിൽക്കുന്ന ഈ 3 പേരെയും, പിന്നെ സാബുമാൻ, നൂറ, ഓഫ്കോഴ്സ്, ഇത്രയും പേരാണ് ഈ ഒരു ടാസ്കുകളിൽ ഈ 2 ദിവസത്തെ ടാസ്കുകൾ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. അക്ബറും ആദിലയും അനീഷും ഒക്കെ ഇനിയും നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ അവർക്ക് ഈ ഒരു ടിക്കറ്റ് ഫിനാലയുടെ അടുത്തെങ്കിലും എത്താനായിട്ട് പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അവർ ബഹുദൂരം പിന്നിലായി പോകും. നമുക്ക് നോക്കാം, ഇനിയും ടാസ്കുകൾ കിടപ്പുണ്ട്. ഇവരൊക്കെ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നോക്കാം. നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചാൽ ഉറപ്പായിട്ടും മുന്നിൽ തന്നെ വരാൻ സാധ്യതയുള്ള മത്സരാർത്ഥികളാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.